കണ്ണൂരിൽ സൈബർ തട്ടിപ്പ് ശ്രമം പൊളിച്ച് റിട്ടയേർഡ് ബാങ്ക് മാനേജരും പോലീസും. തോട്ടട സ്വദേശി പ്രമോദ് മഠത്തിലിനെയാണ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത്. റിട്ടയേർഡ് ബാങ്ക് മാനേജർ ഡിജിറ്റൽ അറസ്റ്റിൽ ഇരുന്നത് 2 ദിവസം. വിവരം സൈബർ പോലീസിന് കൈമാറിയതോടെ ഡിജിറ്റൽ അറസ്റ്റ് നാടകം പൊളിയുകയായിരുന്നു. സാറ്റർഡേ മോർണിംഗ് ഒരു 10-10:30 ശേഷം എനിക്ക് ബോംബെയിൽ നിന്ന് ഒരു കോൾ വരും. അവര് പറയുന്നത് പറഞ്ഞാല് ഇത് ഹിന്ദിയിലാണ് സംഭാഷണങ്ങളൊക്കെ. ഒരു ഡയറക്ടറേറ്റ് ഓഫ് കസ്റ്റമർ കെയർ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. അതെല്ലാം എന്തൊക്കെ ഒരു ഫേക്ക് ഇതാണ്. അവര് പറഞ്ഞ അങ്ങനെ ഒരു ഡയറക്ടറേറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചാല് അത് എന്റെ പിന്നെ അവര് പറഞ്ഞതെന്ന് പറഞ്ഞാല് നിങ്ങൾ മാർക്കറ്റിംഗ് കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ പേരിൽ ബോംബെയില് ഡിസംബർ മാസം ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ അവ എനിക്ക് ഒരു 6 ഫോട്ടോസ് അയച്ചു തന്നു. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അജീഷ്, ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ് പൊളിച്ചത്? സൈബർ പോലീസ് എങ്ങനെയാണ് ഇടപെട്ടത്? അജിക്ക് ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചൊരു കോള് വരുന്നത്. ഈ പ്രമോദ് മഠത്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കണ്ണൂർ തോട്ടട സ്വദേശിയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വിരമിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അദ്ദേഹത്തിന് ശനിയാഴ്ച ഒരു ഫോൺ കോൾ വരുന്നു. ഉത്തരേന്ത്യയിൽ എവിടെ ഒരു PFI ആളുടെ വീട്ടിൽ NIA പരിശോധന നടത്തിയപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ചില രേഖകളിൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടും ഒപ്പം തന്നെ മൊബൈൽ ഫോണും ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇയാൾ ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറയുന്നു. അതിനുശേഷം ഒരു മലയാളി ഉദ്യോഗസ്ഥനും NIA തട്ടിപ്പുകാർ സംഘത്തിൽ ഉണ്ടായിരുന്നു. അയാൾ NIA ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് അയാളെ വാട്സപ്പ് വഴി ബന്ധപ്പെടുന്നു. അങ്ങനെ ശനിയാഴ്ച ആ ദിവസം ഈ പ്രമോദ് മഠത്തിൽ ഈ കാര്യം ആരോടും പറഞ്ഞില്ല. പക്ഷേ ഈ മുറി അടച്ചിരുന്ന് ഈ ബാങ്കിന്റെ വിവരങ്ങളൊക്കെ ഈ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട ഭാര്യയ്ക്ക് സംശയം തോന്നിയപ്പോഴാണ് വിദേശത്തുള്ള മക്കളോട് ഈ വിവരം പറഞ്ഞത്. ഈ മക്കളാണ് പിന്നീട് തിരുവനന്തപുരത്തുള്ള സൈബർ പോലീസിൽ ഈ വിവരം അറിയിക്കുകയും അവിടെ നിന്ന് കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയും ചെയ്തത്. ഇന്നലെ രാവിലെ വീണ്ടും ഈ തട്ടിപ്പ് സംഘം വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ണൂരിലെ സൈബർ പോലീസ് സ്റ്റേഷനിലെ 5-അംഗ സംഘം ഈ തോട്ടടയിലുള്ള പ്രമോദിന്റെ വീട്ടിലെത്തിയപ്പോൾ ഇവർ വീണ്ടും ഫോൺ വിളിക്കുകയും ചെയ്തു. ഈ മലയാളി ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു അപ്പോഴും ഫോൺ വിളിച്ചത്. പണം ഒന്നും ഈ സമയം വരെയും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പുറത്ത് ഈ വിവരം പറയരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഇതിനിടയിൽ ഈ ആധാർ അടക്കമുള്ള രേഖകളടക്കം കൊടുക്കുകയും ചെയ്തു. ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഒരു രീതി വെച്ചുകൊണ്ട് ആദ്യത്തെ 2 ദിവസം ഈ പ്രമോദ് മഠത്തിൽ ഇത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തോന്നിയ ഒരു സംശയം. പിന്നീട് മക്കളോട് വിവരം പറഞ്ഞു. അങ്ങനെയാണ് ഈ സൈബർ പോലീസ് ഇടപെടുന്നത്. പിന്നീട് പോലീസ് ഈ നേരിട്ടെത്തി ഈ സംഘത്തെ കാണുകയും പോലീസിന്റെ ഭാഷയിൽ കുറെ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നീടാണ് ഈ തട്ടിപ്പ് സംഘം അവരുടെ പദ്ധതി ഉപേക്ഷിച്ച് മടങ്ങിയത്. എന്തായാലും വലിയൊരു തട്ടിപ്പിന് തന്നെയായിരുന്നു. തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി സൈബർ പോലീസിന്റെ ഇടപെടൽ. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.